കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വസുന്ധര, ഇപ്പൊ തന്നെ അച്ഛനെ ഫോൺ ചെയ്ത് നാളെ തന്നെ പൂജയ്ക്ക് ആഭരണങ്ങൾ കൊണ്ടുവരാൻ പറയും. അത് പൂജയ്ക്ക് വെക്കണം. നിന്റെ ഭർത്താവ് പറഞ്ഞത് കേട്ടല്ലോ, പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. നാളെ ആഭരണങ്ങൾ മുഴുവൻ വീട്ടിലെത്തണം. ആ ആഭരണങ്ങൾ നീ ജയിച്ചു നേടിയതായിരിക്കാം, അത് നിനക്ക് സ്വന്തമായിരിക്കാം. പക്ഷേ അത് തലമുറയായി കൈമാറി വരുന്ന ആഭരണം, അത് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഇനി ഒരു തവണ കൂടി ഞങ്ങളോട് പറയാതെ അത് വീട് വിട്ട് വെളിയിൽ കൊണ്ടുപോയാ നീ മാത്രമല്ല, നിന്റെ വീട്ടുകാരൻ സമാധാനം പറയേണ്ടി വരും. ആദ്യം ആ ആഭരണം വീട്ടിലെത്തോ ഇല്ലയോന്ന് അറിയില്ലല്ലോ എടത്തി. ആഭരണം ഇവിടെ എത്തിയില്ലെങ്കിൽ അവൾ പുറത്തു പോകും. ജയന്തി, അതെ ഏട്ടാ, ആ ആഭരണം തലമുറകളായിട്ട് കൈമാറി വന്നതാ. അതിവിടെ ഇല്ലാത്തപ്പോ അതിനുത്തരവാദിയായ ഇവള് പിന്നിവിടെ എന്തിനാ? സ്വർണത്തിന് വേണ്ടി മരുമകളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇന്നവൾ ആഭരണം കൊടുത്തു വിട്ടു, നാളെ എന്തൊക്കെ കൊടുത്തു വിടുമെന്ന് ആർക്കറിയാം. ആയടക്കടി, സംസാരിക്കുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ? വായിൽ വന്നതെല്ലാം തോന്നിയ പോലെ പറയാമെന്നാണോ? അവൾ അവളുടെ ഇഷ്ടത്തിന് അഴിഞ്ഞാടുമ്പോ വായടച്ച് മിണ്ടാതിരിക്കണോ? ഏട്ടത്തി പറഞ്ഞതിൽ എന്താ തെറ്റ്? മുതിർന്നവരായ നമ്മൾ ഉള്ളപ്പോ ഒരു വാക്കുപോലും പറയാതെ, ആരെയും അറിയിക്കാതെ ആഭരണം സ്വന്തം വീട്ടിലേക്ക് കൊടുത്തയച്ചു എന്ന് പറയുമ്പോ പിന്നെ എന്തു പറയണം? അങ്ങനെയല്ല ജയന്തി. നോക്ക്, ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ ഏട്ടൻ വെറുതെ തലയിടണ്ട. ആ ആഭരണത്തോട് എനിക്ക് യാതൊരുവിധ ഇഷ്ടമോ ആഗ്രഹമോ ഇല്ല. പക്ഷേ അത് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. നാളെ പൂജയിൽ അതുണ്ടാവണം. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഇവളീ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഇവളെ പുറത്താക്കും. മോളെ വസു, നടക്കേണ്ടതൊക്കെ നടന്നു. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം? ആഭരണം കൊണ്ടുവരാൻ മോൾ അച്ഛനോട് ഫോൺ ചെയ്ത് പറ. വേഗം തന്നെ നീ ചെറിയച്ഛന് ഫോൺ ചെയ് വസു. നാളെ പൂജയുണ്ട്, ആഭരണങ്ങൾ വേണോന്ന് പറയും. എങ്ങനെ ഉണ്ടായിരുന്നെടി എന്റെ ഐഡിയ? പണയം വെച്ച ആഭരണം വസുവേട്ടത്തെ കൊണ്ട് തിരിച്ചെത്തിക്കാനാവില്ല. പൂജയ്ക്ക് ആഭരണം വെക്കാനും കഴിയില്ല. അമ്മ വസുവേട്ടത്തെ ഇവിടെ നിന്ന് ഓടിക്കുന്നത് കൺഫേം. വെറുതെ പുറത്താക്കില്ല, കൊഴുത്തിന് പിടിച്ചായിരിക്കും പുറത്താക്കുന്നത്. പിന്നല്ലാതെ ആ വസു എനിക്കിട്ട് തന്നെ പണി തരാൻ നോക്കുന്നോ?
ഇപ്പൊ അവളുടെ ജാതകം തന്നെ ഞാൻ മാറ്റി എഴുതിക്കാൻ പോവാ. ആന്റി ഇതുവരെ ചെയ്തിട്ടുള്ള പ്ലാനുകളിൽ ഇതാണ് ബിഗ്ഗസ്റ്റ് പ്ലാൻ. ഈ ബിഗ്ഗസ്റ്റ് പ്ലാൻ ആയിരിക്കും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആകാൻ പോകുന്നത്. കണ്ടോ? ഇപ്പൊ തന്നെ അച്ഛനെ ഫോൺ ചെയ്ത് നാളെ തന്നെ പൂജയ്ക്ക് ആഭരണങ്ങൾ കൊണ്ടുവരാൻ പറയും. അത് തലമുറയായി കൈമാറി കിട്ടിയ ആഭരണമാ. അത് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. നാളെ പൂജയിൽ അത് ഉണ്ടാവണം. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഇവളീ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നാളെ ആകുമ്പോഴേക്കും ആഭരണം എങ്ങനെ തിരിച്ചെടുക്കാനാ? ഇത്ര വേഗത്തിൽ ഇത്രയും പൈസ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ? ദൈവമേ, അങ്ങനെ രക്ഷിക്കുമെന്ന് വിചാരിച്ച്. പക്ഷെ നാളത്തെ പൂജയ്ക്ക് ആഭരണം വേണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞാൽ എന്താ ചെയ്യാ? എനിക്കങ്ങ് വഴികാട്ടുമെന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങ് എന്നെ പാതാളത്തിലേക്ക് തള്ളിവിടുന്ന. വസുന്ധര, നീ സത്യമായിട്ടും ആഭരണങ്ങൾ വീട്ടിൽ തന്നെയാണോ കൊടുത്തുവിട്ടെ? എനിക്കെന്തോ നീ എന്നോട് കള്ളം പറയണമെന്നൊരു തോന്നൽ. ഇല്ല ഏട്ടാ, എന്റെ അച്ഛന്റെ കയ്യിൽ തന്നെ ആഭരണം കൊടുത്തുവിട്ടെ. ഞാൻ വിശ്വസിക്കില്ല. താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ അതാണ് സത്യം. അങ്ങനെ നിനക്ക് ചെയ്യണമായിരുന്നെങ്കിൽ എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ. സോറി, ഏട്ടനോട് പറയാൻ മറന്നുപോയി. അപ്പോ സത്യമായിട്ടും ആ ആഭരണങ്ങൾ നിന്റെ വീട്ടിലാണോ? അതെ ഏട്ടാ. പിന്നെ എന്തിനാ താൻ പരിഭ്രമിക്കുന്നത്? ആ ആഭരണം കൈവിട്ടു പോയതുപോലെ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? അത് ഏട്ടനോട് പറയാതെ ഞാൻ ആഭരണം എന്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടതിൽ എനിക്ക് നാണക്കേടുണ്ട്. അത് തന്നെയാണോ കാരണം? അതോ ഇനി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. അതല്ലാതെ താനിങ്ങനെ ഒറ്റയ്ക്ക് വേദനിക്കുന്നത് തീരെ ശരിയല്ല. അഖിലിന് വേണ്ടിയാണ് ആഭരണം പണയം വെച്ചതെന്ന് ഏട്ടനോട് പറയുന്നതാ നല്ലത്. വേണ്ട വേണ്ട, ആ കാര്യം എങ്ങനെ ഏട്ടൻ അറിഞ്ഞ അഖിലിന് ചിലപ്പോ വഴക്ക് പറഞ്ഞാലോ? പിന്നീട് അഖിലിന് വിഷമിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ ഏട്ടാ? എന്നോടെന്തോ പറയാൻ വന്നിട്ട് നിർത്തിക്കളഞ്ഞ എന്താ? അതൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല ഏട്ടാ. ശരിക്കും പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടാ. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാ, വേറെ ആരെങ്കിലും അറിയാതെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. താനെങ്ങാനും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞാൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. വേദന ഇങ്ങനെ സ്വയം ഉള്ളിലൊതുക്കി താനിങ്ങനെ കഷ്ടപ്പെട്ട് വെറുതെ എന്നെയും കൂടി വിഷമിപ്പിക്കരുത്. ഞാൻ ബുദ്ധിമുട്ടിയാലും സാരമില്ല. പക്ഷെ ഞാനുള്ളപ്പോൾ താൻ ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. തന്നെ ഞാൻ സന്തോഷമായിട്ട് നോക്കാന്ന് പ്രോമിസ് ചെയ്തതാണ്. അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ഏട്ടനോട് പറയാതെ അങ്ങനെയൊക്കെ ചെയ്തതിൽ നാണക്കേടുണ്ടെന്നല്ലാതെ വേറെ കഷ്ടപ്പാടോ ഭയമോ ഒന്നുമില്ല ഏട്ടാ. Are you sure? എന്നാ ശരി, അങ്കിളിന് ഫോൺ ചെയ്ത് ആഭരണങ്ങൾ ഉടൻ കൊണ്ടുവരാൻ പറയും.
അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കട്ടെ? ആ, വേണ്ട ഏട്ടാ, വേണ്ട. സാരില്ല വസു, ഇനി അങ്കിളിന് പറ്റിയില്ലെങ്കിൽ ഞാൻ പോയി ആഭരണങ്ങളെല്ലാം എടുത്തോണ്ട് വരാം. ആ, വേണ്ട ഏട്ടാ. അച്ഛൻ തന്നെ കൊണ്ടുവന്നോളും. താനെന്തിനാ ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അത് ഏട്ടൻ എന്തിനാ പോണേന്ന് ആലോചിച്ചിട്ടാ. അത് തന്നെയാണോ? ആ, അത് തന്നെ ഏട്ടാ, വേറൊന്നുമില്ല. എന്നാ ശരി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, പോയിട്ട് വരാം. ആ, ഭഗവാനെ, എന്നെ ഇത്രയും അധികം മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ അങ്ങ് തന്നു. പക്ഷെ എന്റെ കഷ്ടപ്പാട് ഏട്ടനോട് പറയാൻ പറ്റാത്ത തരത്തിൽ ഇങ്ങനൊരു അവസ്ഥയിലാക്കി. എന്നെ എന്തിനാ എങ്ങനെ പരീക്ഷിക്കുന്നേ? നാളെ അങ്ങക്കുള്ള പൂജ നടക്കൂ, അതോ എനിക്കുള്ള ശിക്ഷ ലഭിക്കൂ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കുട്ടികളെ, നമുക്കിന്ന് ഡ്രോയിങ് ക്ലാസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയാമോ? വളരെ നന്നായിട്ട് അറിയാം സർ. എനിക്കും അറിയാം സർ. ഞാനും നന്നായിട്ട് വരയ്ക്കും സർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും നന്നായി വരയ്ക്കുമോന്നറിയാൻ ഒരു ചെറിയ ടെസ്റ്റ് എടുത്തുവാണ്. 5 മിനിറ്റ് കൊണ്ട് ഒരു നായക്കുട്ടിയെയും ഒരു തത്തമ്മയെയും വരയ്ക്കണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അയ്യോ, ഇക്കളെടുക്കുന്നല്ലോ. ഈ അവസ്ഥയിൽ അവരെന്നെ കണ്ട ബോട്ടിൽ നിറച്ച് വെള്ളമായിട്ട് വരും. അതിൽ മുക്കി കൊല്ലുകയും ചെയ്യും. അവർ വരുന്നതിന് മുമ്പ് വേഗം പോയി വെള്ളം എടുക്കാം. കുട്ടികളെ, യുവർ ടൈം ഈസ് ഓവർ. അപ്പോ വരച്ചു കഴിഞ്ഞോ? ഞങ്ങൾ വരച്ചു കഴിഞ്ഞു സർ. വെരി ഗുഡ്. കാണിച്ചേ. വാവ്, വെരി ഗുഡ്. നന്നായിട്ട് വരച്ചല്ലോ. ഇനി മോള് കാണിച്ചേ. മോള് നന്നായിട്ട് വരച്ചല്ലോ. താങ്ക് യു സർ. പിന്നെ ഉണ്ണി, മോൻ വരച്ചു കഴിഞ്ഞില്ലേ? ഞാൻ വരച്ചു സർ. വരച്ചോ? എവിടെ ഒന്ന് കാണട്ടെ. വരച്ചത് എവിടെ? ആദ്യം ഞാനൊരു ബേർഡിനെ വരച്ചായിരുന്നു സർ. അത് കഴിഞ്ഞ് ഞാനൊരു ഡോഗിനെ വരച്ചു. പക്ഷെ അത് കാണുന്നില്ലല്ലോ. ഡോഗ് വന്ന ഉടനെ ബേർഡ് പറന്നുപോയി സർ. അപ്പൊ ഡോഗ് എവിടെ? ബേർഡ് പറന്നു പോയപ്പോ തന്നെ ഡോഗും തിരിച്ചുപോയി. നിന്റെ അതിബുദ്ധിക്ക് ഒരു കുറവുമില്ലല്ലോ. ഹലോ. ഓക്കെ, ഞാൻ ഉടനെ തന്നെ അവിടെ എത്തിക്കോളാം. കുട്ടികളെ, ഇന്നത്തേക്ക് ക്ലാസ് മതിയാക്കാം. എന്നാ പിന്നെ ഞാൻ നാളെ വരാം. ബൈ സർ. ബൈ ബൈ. അയ്യോ, ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പൊ എന്ത് കള്ളവാ പറയുക? ഒന്ന് മാറിയേ.
അതെ, എവിടേക്കാ പോന്നേ ഇത്ര ധൃതി പിടിച്ച്? അത് എന്റെ അച്ഛന് തീരെ സുഖമില്ലാതിരിക്കുക. ആ എനിക്ക് ഉടനെ അവിടെ എത്തണം. അയ്യോ, അമ്മാവന് സുഖമില്ലെന്നോ? അമ്മാവനോ? അതല്ല, നിങ്ങളുടെ അച്ഛന് സുഖമില്ലാന്നിപ്പോ പറഞ്ഞില്ലായിരുന്നോ? അതെ അതെ, എനിക്ക് ഉടനെ തന്നെ പോയി അച്ഛനെ ഒന്ന് കാണണം. അതെ. എന്താണ്? കയ്യിൽ പൈസ ഉണ്ടോ? അത് പൈസ. ഒരു നിമിഷം ഇവിടെ തന്നെ നിൽക്കൂ. ഈ പൈസ കയ്യിൽ വെച്ചോളൂ. ഇതെന്തിനാ? എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? അമ്മാവിന്റെ ട്രീറ്റ്മെന്റിന് ഇത് ഉപകാരപ്പെടും. അമ്മാവിന്റെ ട്രീറ്റ്മെന്റോ? അതന്നെ, നിങ്ങളുടെ അച്ഛന്. എന്റെ അച്ഛന് നിങ്ങൾ? അത് പിന്നെ നമ്മുടെ രണ്ടുപേരെയും അനുഗ്രഹിക്കേണ്ടത് അമ്മാവനല്ലേ? നമ്മൾ രണ്ടുപേരെയും അനുഗ്രഹിക്കാനോ? ഇനിയും മനസ്സിലായില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആദ്യം അമ്മാവന് അല്ല, നിങ്ങളുടെ അച്ഛനെ പോയി കണ്ടിട്ട് വരൂ. അതിനുശേഷം സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ കൂടി കൂട്ടിക്കൊണ്ടുവരൂ. എന്റെ ഏട്ടനോട് ഏട്ടത്തിയോട് സംസാരിക്കാം. എന്തിനെ പറ്റി സംസാരിക്കാനാ? അയ്യോ, എന്താ ഇപ്പൊ തന്നെ പറയണോ? എന്തിനാ ഇത്ര ധൃതി? ഹലോ, ഞാനിതാ ഇവിടെ നിന്ന് ഇറങ്ങി, പോയിട്ട് വരാം. സൂക്ഷിച്ചു പോയി മടങ്ങി വരണേ. ഹലോ, ടാറ്റ കൊടുത്തതൊക്കെ മതി. അയാള് വീടെത്തിയിട്ട് കുറെ നേരമായെന്ന് തോന്നുന്നു. പാവം, അയാളുടെ അച്ഛന് എന്തോ അസുഖം വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. അതെ, പാവം. നിങ്ങളുടെ ഏട്ടൻ കല്യാണം നടത്തി തരുമോ എന്തോ? നീ എല്ലാം കേട്ടായിരുന്നോ? ആന്റി പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടു. അത് അദ്ദേഹത്തിന്റെ ചെലവിന് വേണ്ടിട്ടാ. നിങ്ങളുടെ പ്രേമം വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ഞാൻ കറക്റ്റായിട്ടല്ലേ ലവ് ചെയ്യുന്നത്? ആന്റിയുടെ ലവ് കറക്റ്റാ, പക്ഷേ ആ സൈഡിൽ നിന്ന് കണക്ട് ആകുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. വൺ സൈഡ് ലവ് ആയി അവസാനിക്കുമെന്നാ തോന്നുന്നേ. അങ്ങനെ പറയല്ലേ, എന്റേത് ട്രൂ ലവ്. ടു സൈഡ് ആയിരിക്കണം. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കണം, യാഥാർത്ഥ്യമാക്കണം. ആന്റി, ഓ ഗോഡ്, ഈ വൺ സൈഡ് ലവ് അങ്ങ് തന്നെ രക്ഷിക്കണം. ആഭരണം വീട്ടിലില്ലേ? സ്വന്തം മകളല്ലാത്തവൾ ആഭരണം എടുത്തു കൊടുത്തപ്പോ നൈസായിട്ട് കക്ഷത്തിൽ വെച്ച് വീട്ടിലോട്ട് പോയി. അയാൾക്കെങ്കിലും കുറച്ച് നാണം വേണ്ടേ? ഭർത്താവിന്റെ വീട്ടിലെ സ്വത്ത് സ്വന്തം വീട്ടിലേക്ക് കടത്തുന്ന മരുമകളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതേ വീട്ടിലില്ലാത്തപ്പോ അത് കൊടുത്തയച്ച ഇവള് പിന്നെന്തിനാ ഇവിടെ? ഞാൻ തന്നെ ഇവളെ പുറത്താക്കും. ഞാൻ കാരണം വസുവെടുത്ത് കഷ്ടപ്പെടാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് തുറന്നു പറഞ്ഞേക്കാം. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടത്. അമ്മേ, അഖിൽ, എന്തിനാ ഇപ്പൊ നീ അമ്മയെ വിളിക്കുന്നേ? എന്നെ കൊണ്ട് പറ്റുന്നില്ല എടത്തി. അമ്മ എടത്തി വഴക്ക് പറയുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നടന്നതെല്ലാം ഞാൻ അമ്മയോട് പറയാൻ പോവാ. നിനക്കെന്താ അഖിൽ, ഭ്രാന്ത് പിടിച്ചോ? ആരോടും പറയണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിനാ അമ്മയോട് പോയി പറയാൻ നിൽക്കുന്നേ? എന്താ